വെൽക്കം ടു ജാസസ് ഫുഡ് ബുക്ക്. നമുക്ക് നമ്മുടെ മാജിക് മസാല വെച്ചിട്ട് കുക്കറിൽ എങ്ങനെയാണ് മീൻകറി ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേപോലത്തെ ഒരു വലിയൊരു അയില എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചേക്കുന്നതാണത്. ഇതൊരു ഗ്രൈൻഡർ എടുക്കുക. ഇതിലേക്ക് നമ്മുടെ മസാല ഇട്ട് കൊടുക്കുക. നമ്മൾ എടുക്കുന്ന മീനിനനുസരിച്ചിട്ട് മസാല ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 5 ടേബിൾ സ്പൂൺ മസാല എടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരൽപ്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് ഒട്ടും തരികളില്ലാണ്ട് ഇതൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ മീൻകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുക്കറാണ് എടുത്തേക്കുന്നത്. കുക്കറിലാണ് ഈ ഒരു മീൻകറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുക്കറിലേക്ക് ഒരു 3 പച്ചമുളക് നടുവേക്കറി ഇട്ട് കൊടുക്കുക. നമ്മുടെ മസാല ഒട്ടും തന്നെ തരിയില്ലാണ്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു മസാല നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇതൊന്ന് അല്പം ചൂടുവെള്ളം ഒഴിച്ചിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാം. അവിടെ 2 കപ്പ് ചൂടുവെള്ളം എടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 3 ലിറ്ററിൻ്റെ കുക്കറാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഒരു 2-2.5 കപ്പോ വെള്ളം ഒഴിച്ചിട്ട് മീൻകറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ വിസിൽ വരുന്ന സമയത്ത് ഇത് പുറത്തേക്ക് തെറിച്ച് പോകും. വലിയ കുക്കറാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയ അളവിൽ കറി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിലൊഴിക്കുന്ന വെള്ളം ചൂടുവെള്ളമായിരിക്കണം, പച്ചവെള്ളം ഒഴിക്കരുത്. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ പീസ് കുടംപുളി എടുത്തിട്ടുണ്ട്. ഒരു പീസ് എടുത്തിട്ടുള്ളൂ കേട്ടോ. അത്യാവശ്യം നല്ല പുളിയുള്ളതായതുകൊണ്ട്. ഇപ്പോൾ ഒരു അല്പം വെള്ളത്തിൽ ചതച്ചിട്ട് ഇട്ട് വെച്ചിരുന്നതാണത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇത് നമുക്കിത് ഗ്യാസിൽ വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഈ ഒരു മസാല നിങ്ങളുടെ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടില്ല കുക്കറിൽ നിങ്ങൾക്ക് മീൻകറി വെക്കണം എന്നുണ്ടെങ്കിൽ സവാള വഴറ്റി തക്കാളിയൊക്കെ വഴറ്റി പൊടികളിട്ട് ചൂടാറിയതിന് ശേഷം നമ്മളിതേപോലെ മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ കുറച്ച് സമയം എടുക്കും. ഇതിപ്പോൾ ഈ ഒരു മസാല റെഡിയാക്കി വെച്ച് വെക്കുന്നതുകൊണ്ട് തന്നെ ആ മസാല നമുക്ക് അടിച്ചെടുക്കേണ്ട സമയം മാത്രമേ ഉള്ളൂ. ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചേക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ വെച്ചതിൻ്റെ ഒന്ന് തിള വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് മീനിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 വേപ്പിലിട്ട് കൊടുക്കുക. നമ്മുടെ കറി തിളച്ച് വരുന്നുണ്ട്. ഇത്രയും കട്ടി വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് മീനിട്ട് കൊടുക്കാം. ഒന്ന് ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഉള്ളി താളിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ താളിച്ചിട്ട് വെക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു മസാലയിൽ ചെയ്യുമ്പോൾ വേറെ എക്സ്ട്രാ ഓയിലോ വെളിച്ചെണ്ണൊന്നും ചേർക്കലില്ല. അത്യാവശ്യം നമ്മുടെ ഈ ഒരു മസാലയിൽ ഓയിലൊക്കെ ഉണ്ട്. കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ കുക്കറിനെ മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ കറക്റ്റ് 3 വിസിൽ വരുത്താം. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വേണം കേട്ടോ ഈ വിസിൽ വരുത്താൻ വേണ്ടിയിട്ട്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മീനൊക്കെ മൊത്തത്തിൽ ഉടഞ്ഞു പോകും. ഇപ്പോൾ ഞാൻ അയിലയാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. അയില ആയതുകൊണ്ട് തന്നെ 3 വിസിൽ വരുത്തിയാൽ മതി ഹൈ ഫ്ലെയിമിൽ. വേറെ വല്ല മീനാണ് ഒത്തിരി സോഫ്റ്റ് ആയിട്ടുള്ള കഴമ്പുള്ള മീൻ ഉണ്ടാവില്ലേ, അതാണെന്നുണ്ടെങ്കിൽ 2 വിസിൽ കൊണ്ട് തന്നെ മീൻ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ 3 വിസിൽ വരുത്തിയതിന് ശേഷം നമുക്ക് നോക്കാം. കറിക്ക് 3 വിസിൽ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, നമ്മുടെ തേങ്ങയില്ലാത്ത വറുത്തരച്ച മീൻകറി റെഡി ആയിട്ടുണ്ട്. മീനൊന്നും ഒട്ടും തന്നെ നുറുങ്ങിപ്പോയിട്ടില്ല കേട്ടോ. നല്ല അടിപൊളി കറിയാണ്. നമുക്ക് ഈ സമയത്ത് പുളി നോക്കിയിട്ട് പുളി കൂടുതലുണ്ടെങ്കിൽ പുളി എടുത്ത് മാറ്റാം കേട്ടോ. നമ്മൾ താളിക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. കാരണം നമ്മൾ കറി ഉണ്ടാക്കി വരുമ്പോൾ ഇതേപോലെ തന്നെ നന്നായിട്ട് നെയ്യ് തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ താളിക്കേണ്ട, ഞാൻ താളിക്കലില്ല. അപ്പോൾ നമ്മുടെ കുക്കറിൽ തേങ്ങയില്ലാത്ത വറുത്തരച്ച മീൻകറി റെഡി ആയിട്ടുണ്ട്. ഈ ഒരു മസാല റെഡിയാക്കി വെച്ചെങ്കിൽ മാത്രമേ ഇത്ര സ്പീഡിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് കൊണ്ടൊന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. പിന്നെ ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും മീനിലേക്കൊക്കെ ഉപ്പും പുളിയും പിടിച്ചിട്ടുണ്ടാവും എന്നുള്ളത്. മീനിലേക്ക് നന്നായിട്ട് ഉപ്പും പുളിയൊക്കെ പിടിച്ചിട്ടുണ്ട്.
നിങ്ങളൊരു തവണ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുവരെ കുക്കറിൽ മീൻകറി ഉണ്ടാക്കാത്തവർ ഇതേപോലെ മീൻകറി ഉണ്ടാക്കി നോക്കാം കേട്ടോ. വളരെ ഈസി അല്ലേ? അപ്പോൾ നമ്മുടെ മാജിക് മസാല ഇതുവരെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി വെക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോ തേങ്ങയില്ലാത്ത വറുത്തരച്ച മീൻകറിയാണ്. അപ്പോൾ അത് വെച്ചവർക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ രുചി എങ്ങനെയാണെന്നുള്ളത്. ആ ഒരു കറി ഉണ്ടാക്കിയവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഞാൻ സവാള വഴറ്റി തക്കാളി വഴറ്റിയൊക്കെ ഓരോന്നാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതുപോലെയല്ല, ഇത് വളരെ എളുപ്പത്തിൽ 5 മിനിറ്റിനുള്ളിൽ നമുക്ക് കുക്കറിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു കറിയാണ് കേട്ടത്. അപ്പോൾ നമ്മുടെ മീൻകറി ആയതിനു ശേഷം ഞാൻ കുക്കറിൽ നിന്ന് വേറൊരു സാധാരണ നമ്മൾ മീൻകറി വെക്കുന്ന കലത്തിലേക്ക് ഇത് മാറ്റുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇതിൽ തേങ്ങ ഇട്ടിട്ടില്ല എന്നുള്ളത് നമുക്ക് കറി വെക്കുന്നവർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ തേങ്ങയില്ലാത്ത വറുത്തരച്ച മീൻകറി റെഡി ആയിട്ടുണ്ട്. ഞാനീ പറഞ്ഞ മാജിക് മസാല ഉണ്ടാക്കി വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇത്ര എളുപ്പത്തിൽ ഈ ഒരു മീൻകറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ മാജിക് മസാലയിൽ നമ്മൾ ചേർക്കുന്ന എണ്ണയുടെ അളവ് കുറച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതേപോലെ നെയ്യ് തെളിഞ്ഞ് നിൽക്കൂല കേട്ടോ. അത് വെളിച്ചെണ്ണ ഒഴിക്കുന്ന അളവായ ഒരു മാജിക് മസാലയിൽ പറഞ്ഞിട്ടുണ്ട്. മീൻകറി എപ്പോഴും ഇതേപോലത്തെ ഒരു തലത്തിൽ വെക്കുന്ന തന്നെയാണ് കേട്ടോ എപ്പോഴും ടേസ്റ്റ് കൂടുതലുള്ളത്. അപ്പോൾ ഞാൻ കുക്കറിൽ നിന്ന് ഇതിലേക്ക് മറിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ, ബൈ, സീ യു.